ഹലോ, വെൽക്കം മാഡം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോളി അഡിലേഷൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപ്പിംഗ് പഠിച്ചിരുന്നില്ല. The second step in RNA processing is polyadenylation. The 3' end of pre-mRNA is modified by the addition of 200 adenine residues to form the poly A tail. നമുക്ക് 3' എൻഡിലാണല്ലോ ടൈലിംഗ് നടക്കുക, 5' എൻഡിൽ ക്യാപ്പിംഗ് ആണ്. The poly A tail is added in a multi-step process. ആ പ്രോസസ്സ് നമുക്ക് അത്രയും ഞാൻ ചെറിയൊരു പ്രോസസ്സാണ്, 2-3 കാര്യങ്ങളേ ഉള്ളൂ, അത്രയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയത്. The cleavage and polyadenylation reactions require the existence of a polyadenylation signal sequence. ഈ സിഗ്നൽ സീക്വൻസ് പലതിലും നമുക്ക് സ്പ്ലൈസിങ്ങിൽ പലതിലും ഉണ്ട്. അത് മറന്നു പോവാതെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ഞാൻ ആ ഡയഗ്രാം കാണിച്ചു തരാം, നോക്കാം. കൺസേർവ്ഡ് സീക്വൻസസ് ഫോർ പോളിയഡുലേഷൻ കണ്ടോ. സിഗ്നൽ സീക്വൻസ് ഇതാണ്: AAU AAA 5' AAU AAA, ഇവിടെ 3'. അപ്പൊ ഇതെല്ലാം 3'ലാണ് പോളിയഡുലേഷൻ നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇത് എത്രയും 3'ലാണ് 3'. അപ്പൊ ഇവിടെ പലരും വിചാരിക്കും ഇവിടെ 5' പോലെ തോന്നും. അതായത് ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ 3' ഉണ്ടെങ്കിൽ ഇവിടെ 5' ഓക്കെ. പക്ഷെ എന്ന് വിചാരിച്ച് ഈ സിഗ്നൽ സീക്വൻസ് എല്ലാം കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 3' എൻഡില്, പക്ഷെ ഇവിടെ 5', ഇവിടെ 3'. അത് എപ്പോഴും മനസ്സിലാക്കുക. ഇവിടെ ഇപ്പൊ MRന് വളരെ വലുത് ഇങ്ങ് കാണും അല്ലേ, 5' ഇങ്ങറ്റായിരിക്കും. അപ്പൊ നമ്മള് വലിയൊരു MRന് ഇങ്ങനെ ഇരിക്കുന്നതിൽ ടൈലിംഗ് നടക്കുന്നത് ഈ 3' എൻഡിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിഗ്നൽ സീക്വൻസ് ഇതാണ് നടക്കുന്നത്. It is followed by a 5' YA3 സീക്വൻസ് എന്ന്. YA അതായത് ഇവിടെ CA എന്ന് എഴുതിയിരിക്കുന്നു. Y എന്ന് പറയുന്നത് പിരമിഡാണ്. മിക്കവാറും ഈ Y എന്ന് പറയുന്നത് C ആയിരിക്കും. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം വന്നു. എന്താണ് അതിന് ക്ലീവേജ് സൈറ്റ് ആണ് ഇവിടെ. അതായത് ഈ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ക്ലീവ് ചെയ്യുന്നത്. അതായത് പോളി അഡിലേഷൻ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ക്ലീവ് ചെയ്യുമല്ലോ. ക്ലീവ് ചെയ്തിട്ടാണ് ആ വാൽ ഇവിടെ ടൈൽ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലീവേജ് നടക്കുന്നവരാണ്. അപ്പൊ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ഏതാ സിഗ്നൽ സീക്വൻസ് ഫോളോ ചെയ്തിട്ട് ഏതാണ്ട് 20 ന്യൂക്ലിയോടൈഡ് വരെ കഴിഞ്ഞതിന് ശേഷം ഒരു CA സീക്വൻസ് അല്ലെങ്കിൽ YA 5' CA അല്ലെങ്കിൽ 5' YA. Y മിക്കവാറും സൈറ്റോസിനായിരിക്കും. അതായത് ഒരു പിരമിഡൈനാണ്, അത് മിക്കവാറും ഇല്ല. ഇപ്പൊ Y എന്താണ്, ഒരു പിരമിഡൈനാണ്. ആ പിരമിഡൈൻ എന്തായിരിക്കും മിക്കവാറും C, അതുകൊണ്ടാണ് CA. അപ്പൊ CA സീക്വൻസ് ആയി. അപ്പോൾ സിഗ്നൽ സീക്വൻസ് AAU AAA. അത് കഴിഞ്ഞ് ഏതാണ്ട് അബൌട്ട് 20 ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞ് വരുമ്പോൾ CA സീക്വൻസ്. അടുത്ത് GU റിച്ച് സീക്വൻസ് അല്ലെങ്കിൽ U റിച്ച് സീക്വൻസ്. ഇവിടെ കണ്ടോ UU ഒന്നുകിൽ U മാത്രം കാണാം, അല്ലെങ്കിൽ GU സീക്വൻസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് കമ്പൈൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും ടൈലിംഗ് നടക്കാൻ പോകുന്നത് 3'ലാണ്. അവിടുത്തെ സിഗ്നൽ സീക്വൻസ് നമ്മൾ പറഞ്ഞു. ആ സിഗ്നൽ സീക്വൻസ് കഴിഞ്ഞ് ഏതാണ്ട് 10-20 ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞതിന് ശേഷം CA സീക്വൻസ് 5' CA 3', which is followed by U rich region അല്ലെങ്കിൽ GU rich region. നെക്സ്റ്റ് പ്രോസസ് പോയിന്റ് മനസ്സിലാക്കുക. 2 മൾട്ടി സ്റ്റെപ്പ് പ്രോട്ടീൻസ് അവിടെ വരും. മൾട്ടി സബ് യൂണിറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഓർത്തിരിക്കുക. CPSF ഉണ്ടോ, CPSF അതിന് ക്ലീവേജ് ആൻഡ് പോളി അഡിലേഷൻ സ്പെസിഫിസിറ്റി ഫാക്ടർ എന്ന് പറയും. മറ്റൊരെണ്ണം CSTF, ക്ലീവേജ് സ്റ്റിമുലേഷൻ ഫാക്ടർ. എന്താണ് ക്ലീവേജ് സ്റ്റിമുലേഷൻ ഫാക്ടർ? ഇതിൽ ഏറ്റവും എസെൻഷ്യൽ നമുക്ക് അറിയേണ്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ലെങ്തി ആയിട്ട് പോകുന്നില്ല. ഈ പറയുന്ന അത്രയും ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഈ ക്ലീവേജ്, ഈ മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻസിന്റെ ഫങ്ഷൻ എന്താണ്? ഫുൾ ഫോം ഓർത്തിരിക്കണം. It is transferred
അതായത് ഈ CPSF and CSTF are transferred from the RNA polymerase 2. RNA polymerase 2 ആണല്ലോ ഇവിടെ വേണ്ട എൻസൈം RNA ഉണ്ട്. To the RNA molecule. ഏതാ ഇവിടെ ഈ ഭാഗത്തോട്ട് പ്രോസസ് ചെയ്യേണ്ട അതിലേക്ക് അങ്ങോട്ട് മാറും. അത് എവിടെയാ ബൈൻഡ് ചെയ്യുന്ന നോക്കി? CPSF binds to AAUA. AAUAA ഇവിടെ എന്ത് വന്ന് ബൈൻഡ് ചെയ്യും? CSTF. എന്നാൽ സോറി CPSF ബൈൻഡ് ചെയ്യുന്നത് മാറിപ്പോയത് അത് സിഗ്നൽ സീക്വൻസിൽ. Then CSTF GU സീക്വൻസ് അല്ലെങ്കിൽ UU സീക്വൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം സിഗ്നൽ സീക്വൻസ് പറഞ്ഞു, അത് ഫോളോ ചെയ്ത് പിന്നെ 10-20 ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞിട്ട് CA കാണാം. അതിനുശേഷം U റിച്ച് റീജിയൻ GU റിച്ച് റീജിയൻ. ദെൻ 2 മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു. ഇനി അതാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിന്റെ പ്രസൻസിൽ മാത്രമേ അടുത്ത കാര്യങ്ങൾ നടക്കൂ. CPSF binds to the signal sequence. CSTF bind to this U-rich region. അടുത്ത് ഞാൻ പറഞ്ഞു നേരത്തെ, ഇവിടെ നമുക്ക് ആദ്യം ഇവിടെ മുറിഞ്ഞതിന് ശേഷമേ പുതിയ സീക്വൻസ് ഇവിടെ നിന്ന് ആഡ് ചെയ്യും അല്ലെ? അപ്പൊ മുറിയണം, പിന്നെ പോളിയേറ്റയിൽ അറ്റാച്ച് ചെയ്യും. അതിന് ഇവിടെ ഒരു ക്ലീവേജ് ഫാക്ടേഴ്സ്, പിന്നെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. എ പ്രോട്ടീൻ കോംപ്ലക്സ് ഇസ് ഫോംഡ് which includes cleavage factors and an enzyme called poly-A polymerase. Very important. പാപ്പിന്റെ പ്രത്യേകത എല്ലാം ചോദിക്കും. ഇത് അപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ട് അല്ലേ? പ്രോട്ടീൻ കോംപ്ലക്സ്. ആ പ്രോട്ടീൻ കോംപ്ലക്സ് എന്താണ് ഉണ്ട്? ക്ലീവേജ് ഫാക്ടർ. ക്ലീവേജ് അപ്പോൾ ഇവിടെ മുറിക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ? പിന്നെ എന്താണ്? പോളി-A പോളിമറേസ്. എന്തിനാണ്? അവിടെ പോളിയേറ്റയിൽ ഉണ്ടാകാൻ. അപ്പോൾ ദിസ് കോംപ്ലക്സ് ക്ലീവ്സ് RNA ബിറ്റ്വീൻ ഇവിടെയെല്ലാം AAUAAയ്ക്കും ഇവിടെ GU റിച്ച് റീജിയനും ഇടയ്ക്കായിട്ട് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ക്ലീവ് ചെയ്യും. അപ്പൊ ഇവിടെ അങ്ങോട്ട് ക്ലീവ് ചെയ്താൽ ഇവിടെ അങ്ങ് മുറിഞ്ഞു പോകും. ഇനി എന്താ? അഡിനീൻ റെസിഡ്യൂ അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യണം. അതിനെ സഹായിക്കുന്നത് ആരായിരിക്കും? പാപ്പ്, പോളി-A പോളിമറേസ്. ക്ലിയർ അല്ലേ? അപ്പൊ പോളി-A പോളിമറേസിന്റെ പ്രാധാന്യം, അതിന്റെ പ്രത്യേകത വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ അതിന് വരുന്ന പോളി-A polymerase then adds about 200 adenine residues to the new 3' end of RNA molecule using ATP as precursor. മനസ്സിലാക്കുക. PAP is a template independent enzyme. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഇവിടെ അഡിനിൻ റെസിഡ്യൂ വരണമെങ്കിൽ വേറൊരു ടെംപ്ലേറ്റ് വേണം. അതിനനുസരിച്ച് ഇവിടെ നൈട്രജൻ ബേസ് വരുള്ളൂ, അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് വരുള്ളൂ. പക്ഷെ ഇത് ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. PAP is a template independent enzyme. The poly-A tail protects the 3' end of the final mRNA against ribonuclease digestion and hence അതെന്തിനു വേണ്ടിയാണ്? നമ്മൾ കാപ്പിംഗ് എന്തിനു വേണ്ടിയാണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ poly-A tail protects the 3' end of final mRNA, mature mRNA against ribonuclease digestion and hence stabilizes the mRNA. In addition, it increases the efficiency of translation of mRNA. രണ്ട് ഫംഗ്ഷൻ ഉണ്ട് പ്രധാനമായിട്ടും. പോളിയേറ്റേഷൻ ഹെൽപ്സ് ഇൻ ദ എക്സ്പോർട്ട് ഓഫ് mRNA molecule from nucleus to the cytoplasm. അതിനെയും സഹായിക്കുന്നുണ്ട്. However, some mRNAs, notably histone pre-mRNA, lack poly-A tail. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ക്യാപ്പിങ്ങിലുള്ളതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ക്യാപ്പിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞു പോകാം. The enzyme used for capping mRNA is
കൈനേസ്, ഐസോമറേസ്, ട്രാൻസ്ഫറേസ്, പോളിമറേസ്. ഏതാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതല്ലേ? ഇതിലേതാണ് കാപ്പിങ്ങിന് വേണ്ടിയുള്ളത്? ഓർമ്മ ഉണ്ടോ? ട്രാൻസ്ഫറേസ് അല്ലേ? മറന്നുപോയി. During capping, the methylated penultimate base is known as cap 1, cap 2, cap G, cap penultimate. Cap 1. Cap 1. Then the eukaryotic mRNA have an enzymatic appended cap structure consisting of 7 methyl guanosine receptors joined to the initial 5' nucleotide of the transcript. Given below are few statements regarding capping. ഇത് വളരെ നമുക്ക് അല്പം ലെങ്തി ആണെങ്കിലും വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. പറയാമോ? കാപ്പിംഗ് പ്രൊട്ടക്ട്സ് ദ mRNA ഫ്രം ഡീഗ്രഡേഷൻ ഓഫ് 5' exonuclease. നേരത്തെ ഇത് ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ഓർത്തിരിക്കുക. Capping protects the mRNA from degradation by 5' exoribonumcleic. Correct alle? Correct alle? During capping, the alpha phosphate is released from 5' into the nascent mRNA. അത് ശരിയാണോ? ആൽഫയിൽ നിന്നാണോ? അല്ല, അതാണ് തെറ്റ്. അതും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. ഞാൻ അതിന് കൂടുതലെല്ലാം പറയുന്നില്ല. ഇത് വായിച്ചേ. It's very important. The specific sequence present in DNA for triggering of polyadenylation is the specific sequence. ഞാൻ ഇവിടെ പറയുന്നത് the specific sequence present in DNA. RNA സീക്വൻസ് ഞാൻ പറഞ്ഞു. അതിനനുസരിച്ച് DNA ഏതായിരിക്കും എന്ന് പറയാമോ? DNA ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പൊളാരിറ്റി എല്ലാം നോക്കണം. അതെങ്ങനെ വരും? നമ്മൾ സാധാരണ mRNA 5' 3' എന്ന് വരുന്നത് അല്ലേ? നേരെ ഓപ്പോസിറ്റ് അല്ലേ DNA. അപ്പൊ ഏതായിരിക്കും? പറഞ്ഞില്ലേ, പൊളാരിറ്റി മാറൂലേ DNA നിന്ന് mRNA ഉണ്ടാവുമ്പോ അല്ലേ? അത് ഇതൊക്കെ തെറ്റുന്ന എന്താ? ഇതൊക്കെ ഫസ്റ്റ് കാര്യങ്ങളാണ്. എൻട്രൻസ് എന്ന് ചില പിള്ളേർ പറയും. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ the polyadenylation signal mRNA transcript is 5' AAU നമുക്കറിയാം. Thus the DNA complement of the sequence will be എന്തായിരിക്കും? 3' TTA TT5. അപ്പൊ ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേരെന്ന് അവർക്ക് ഇതിന്റെ ഈ ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിൽ പോളിയഡനൈസേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. എന്നാലും പൊതുവെ mRNA ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് DNA-ലൊക്കെ +2 എഴുതാൻ പഠിക്കുന്നവരും പറയും. അപ്പൊ നമുക്കത് അല്പം കൂടെ ആലോചിച്ചാൽ ചെയ്താൽ മതി. Then the 3' end of most prokaryotic വായിച്ചു നോക്കി. The 3' end of most prokaryotic mRNA is defined by addition of poly A tail, a processing reaction called a polyadenylation. The addition of poly A tail is carried out by the enzyme poly A polymerase PAP. Given below are few statements about this process. ഇത് ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ലാസ്റ്റ് കൊടുക്കുന്നത്. A poly A polymerase is a template independent enzyme. Correct or not? Correct. Poly A polymerase catalyzes the addition of AMP from deoxy ATP to the 3' end. ആണോ? ATP-ൽ എന്നാണ് അല്ലെ? അതെല്ലാം വളരെ ഇങ്ങനെ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഭാഗം ശരിയായതുകൊണ്ട് അല്ല അതാണെന്ന് പറയും. Poly A polymerase is a RNA template dependent enzyme. ആണോ? ആണ്. പിന്നെ അപ്പൊ ഇവിടെ നമുക്കിനി നോക്കാം. Poly A polymerase catalyzes the addition of AMP from ATP to the
3' end of mRNA. AMP from ATP. അവിടെ ATP യൂട്ടിലൈസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. ATP എടുത്തു കഴിഞ്ഞാൽ AMP അല്ലേ ആഡ് ചെയ്യുന്നത് അല്ലേ? അഡ്വാൻസ് മോണോഫോസ്ഫേറ്റിലെ ആഡ് ചെയ്യുന്നത്. ATP നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? തേർഡ് ആണ്. A and E ആണ്. ഓക്കെ. Then okay. Thank you. Okay.